ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം. യങ് ഏജിൽ ഒത്തിരി ഓവർ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഹാർട്ട് മസിൽസ് ബിക്കം ഹാർഡർ. ഹൈപ്പർട്രോഫി എന്ന് പറയും. ഹൈപ്പർട്രോഫി വന്നു കഴിയുമ്പോഴത്തേക്ക് ഹാർട്ട് മസിൽ ഇത്രയും ഉണ്ടാകുന്ന മസിൽ ഇത്രയാവും. അപ്പം അത്രയും മസിൽസിന് ബ്ലഡ് കിട്ടണം. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം നോർമലി നമ്മുടെ ഹാർട്ട് മസിൽസിന് 1 മിനിറ്റിൽ കിട്ടുന്ന 500 ml ബ്ലഡാണ്. 1 മിനിറ്റിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ മാംസപേശികൾക്ക് കിട്ടുന്ന ബ്ലഡ് എന്ന് പറയുന്നത് 500 ml. ടോട്ടൽ നമ്മുടെ ശരീരത്തിലുള്ളത് 5 ലിറ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ 10% blood is going to the heart normally when we are talking like this, sitting down like this. But when you exercise, depending upon the severity of the exercise, that can go up to 2 liters of blood. ഹാർട്ടിന് ഭയങ്കര തിക്നെസ് ഉള്ള അല്ലെങ്കിൽ ഹൈപ്പർട്രോഫി ഉള്ള ഒരാൾ എക്സസൈസ് ചെയ്യുമ്പം ഈ 2 liters പോലും പോരാ. അതിൽ കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഹാർട്ട് വിൽ സഫർ ഫ്രം ലാക്ക് ഓഫ് ബ്ലഡ് ആൻഡ് സഡൻലി ദേ വിൽ ഡെവലപ്പ് some issues. They may collapse and could not be revived. ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ ഡോക്ടർ പറയുന്നത് വെച്ചാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൈപ്പർട്രോഫി ഉണ്ടാവുമല്ലോ. ഹൈപ്പർട്രോഫി എന്ന് വെച്ചാൽ എന്തുവാ, നമ്മുടെ മസിലിന് വളർച്ച ഉണ്ടാവും. നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിലെല്ലാം വളരും, മസിലിന് സൈസ് വെക്കും. അതാണ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഹൃദയത്തിനും ഹൈപ്പർട്രോഫി ഉണ്ടാവുമെന്നാണ് ഡോക്ടർ പറയുന്നത്. സത്യമാണ്, നമ്മുടെ ഹൃദയത്തിനും ഹൈപ്പർട്രോഫി ഉണ്ടാവും. പക്ഷേ ഇത് നമുക്കൊരു ഫെയ്റ്റൽ ആവാൻ ചാൻസ് ഉണ്ടോ? ഇത് നമുക്ക് ട്രെട്ടാവാൻ ചാൻസ് ഉണ്ടോ? ട്രെട്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. നമ്മൾ നാച്ചുറലായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ, ഞാനിവിടെ നാച്ചുറലാണ് പറയുന്നത്, നമ്മൾ നാച്ചുറലായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹൈപ്പർട്രോഫി, നമുക്ക് ഹാർട്ടിൽ ഉണ്ടാകുന്ന ഹൈപ്പർട്രോഫി, നമ്മൾ മെയിനായിട്ട് കാർഡിയോ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് ഹൈപ്പർട്രോഫി വരുന്നത്, നമ്മുടെ ഹൃദയത്തിലെ മസിലുകൾ വളരുന്നത്. സത്യത്തിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രോക്ക് വോളിയം നന്നായിട്ട് കൂടും. ഈ സ്ട്രോക്ക് വോളിയം നന്നായിട്ട് ഇമ്പ്രൂവ് ആകുന്നതിലൂടെ നമ്മുടെ ടിഷ്യൂസിലേക്ക് നമ്മുടെ ബ്ലഡ് ഫ്ലോ നന്നായിട്ട്, നമ്മുടെ ഓക്സിജനൊക്കെ നന്നായിട്ട് എത്തുകയും ചെയ്യും. നമ്മുടെ കാർഡിയോ വസ്കുലർ എഫിഷ്യൻസി നന്നായിട്ട് കൂടുകയും ചെയ്യും. അതൊരു നല്ല കാര്യം തന്നെ സത്യത്തിൽ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇമ്പ്രൂവ് ആവുമെന്ന് വെച്ചാൽ ലോവർ ആവും. ഇപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാൾ ഈ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് നോക്കിയാൽ അദ്ദേഹത്തിന് നല്ല കുറവായിരിക്കും. അതിപ്പോൾ നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലോ മെഡിക്കൽ സ്ഥലത്തൊക്കെ പോയി നമ്മൾ തിരക്കിയ കുറവാകുന്നത് എന്തോ പ്രശ്നമായിട്ടാണ് കാണുന്നത്. പക്ഷെ അപ്പോൾ അത്യാവശ്യം വിവരമുള്ള ഡോക്ടർമാരെ നമ്മൾ ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ബിക്കോസ് ഓഫ് നല്ല റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് നോർമൽ റേഞ്ച് എന്ന് വെച്ചാൽ 60 to 80 beats per minute ആണ്. ഇത് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഏറ്റവും കുറവായിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ ഇവിടെ പിടിച്ച് നിങ്ങൾക്ക് ആ ബ്ലഡ് ഫ്ലോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഓരോ സെക്കൻഡും ഉള്ള അത് 1 മിനിറ്റിൽ എത്ര തവണ രാവിലെ എഴുന്നേറ്റ പോലെ അടിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കണം. അപ്പം ഒരു ആത്ലറ്റ് ചിലപ്പം 60 താഴെ ആയിരിക്കും. എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എന്ന് വെച്ചാൽ 51 ആണ്. 51 beats per minute ആണ്. അതുപോലെ നിങ്ങൾക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മിക്ക സ്ഥലത്ത് ഞാൻ ബ്ലഡ് ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് അവിടെയുള്ളവർ ചോദിക്കും, ഇത് കുറവായിരിക്കുമ്പം എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കും. അപ്പം ചിലർ എന്നോട് ചോദിക്കും, എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓഫനായിട്ട് ഞാൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, നന്നായിട്ട് കാർഡിയോ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പം അത് അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ നമ്മുടെ ഡോക്ടർ പറയുന്നത് ശരിയാണ്. നമ്മൾ ഒരു ദിവസം മൊത്തം ഓവർ ട്രെയിനിങ് ചെയ്ത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ എപ്പോഴായാലും നമുക്ക് പണി കിട്ടും. അതിപ്പോൾ അമിതമായ അമൃതും വിഷമാണ്, അതുപോലെ തന്നെയാണ്. പക്ഷെ അങ്ങനെയൊന്നും ആരും ഓവർ ട്രെയിൻ ചെയ്യത്തില്ല. നിങ്ങൾക്കറിയുന്ന ഡേവിഡ് ഗോഗിൻസ് പോലും അത്ര ഓവർ ട്രെയിനിങ് ചെയ്യത്തില്ല. പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സ്ത്രീയുണ്ട്, അവര് വർക്കൗട്ടിൽ അവർ അഡിക്റ്റാണ്. US-ലെന്തോ ഉള്ളതാണ്. അവര് ഭയങ്കര എല്ല് പോലെ ഇരിക്കുന്നത്. അവര് ദിവസത്തിൽ ഒരു 12-15 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. അവരതിൽ ഭയങ്കര അഡിക്റ്റാണ്. അവർക്കിപ്പോൾ 68 വയസ്സുണ്ട്. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും നന്നായിട്ട് ഓവർ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അത്രയും അൺഹെൽത്തിയാണ് അത്രയും ഓവർ ട്രെയിൻ ചെയ്യുന്നത്. എന്നിട്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ട് അവർക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞ ശരിയാ, അങ്ങനെയൊക്കെ ഓവർ ട്രെയിൻ ചെയ്താൽ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഹാർട്ടിൽ നിന്ന് നല്ല സ്ട്രെസ്സാണ് കിട്ടുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആരും ഓവർ ട്രെയിൻ ചെയ്യും. നിങ്ങളൊന്ന് ഓർത്തേ, നിങ്ങൾ ആഴ്ചയിൽ നിങ്ങൾ ദിവസത്തിൽ മൊത്തം ജിമ്മിൽ പോകുന്ന കരുതിക്കോ, ഒരു പ്രശ്നവും വരത്തില്ല. എല്ലാ ദിവസവും കാർഡിയോ ചെയ്തെന്ന് വെച്ചോ, നിങ്ങൾ അത് ഓവർ ട്രെയിൻ ചെയ്യത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ഓവർ ട്രെയിൻ ചെയ്യാൻ നോക്കിയാൽ പോലും ആദ്യത്തെ 1 ദിവസം 2 ദിവസം 3 ദിവസം ഓവർ ട്രെയിൻ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോയിൻസിനൊക്കെ അല്ല പെയിൻ കാണും, നിങ്ങൾ ഓവർ ട്രെയിൻ ചെയ്യത്തില്ല, നിങ്ങൾ പതുക്കെ ചെയ്യും. വിച്ച് മീൻസ് ഹാർട്ടിന് അത് അത്രയും മാനേജ് ചെയ്താൽ മതി. ഇനി ചിലപ്പോൾ ഡോക്ടർ അസ്യൂം ചെയ്ത് ഇങ്ങനെയുള്ളവരാണെങ്കിലോ, അനബോളിക് സ്റ്റെറോയിഡ് എടുക്കുന്ന ആളുകളാണെങ്കിലോ, നമ്മൾ അനബോളിക് സ്റ്റെറോയിഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം എല്ലാം കാണും. അത് അത്യാവശ്യം ഡെഡ്ലിയാണ്. നമ്മുടെ ഓർഗൻസ് എല്ലാം, കിഡ്നി, ലിവർ, ഹാർട്ട്, ഇതെല്ലാം ഭയങ്കരമായിട്ട് എൻലാർജ് ആവും.
പിന്നെ നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഭയങ്കര പീക്കിലായിരിക്കും പോകുന്നത് ഈ സ്റ്റെറോയിഡ് എടുക്കുമ്പോൾ. പിന്നെ ഓവർ ടൈം നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്കൗട്ടും ഈ സ്റ്റെറോയിഡും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓർഗൻസിന് നന്നായിട്ട് സ്ട്രെസ് കിട്ടും. അത് ഇവഞ്ച്വലി ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരിക്കലും വെറുതെ ഇരിക്കാൻ, സിറ്റ് അറൗണ്ട് ചെയ്ത് വെറുതെ ഇരിക്കാനുള്ള സാധനമല്ല. ഇത് വർക്ക് ചെയ്യേണ്ട ശരീരമാണ്. നമ്മൾ വർക്ക് ചെയ്യണം. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സത്യത്തിൽ നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും ദോഷം. പിന്നെ ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഇല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ചില ആളുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട ഉറക്കം കിട്ടിയില്ല, നിങ്ങൾ നന്നായിട്ട് ഓവർ ട്രെയിൻ, നന്നായിട്ട് സ്ട്രെസ് ആയിട്ട് വർക്കൗട്ട് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഉറക്കം ഇല്ലാണ്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാർട്ട് കണ്ടീഷൻസ് ഉണ്ട്, അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലാണ്ട് നോർമൽ ആയിട്ടുള്ള ഒരു അസുഖം ഇല്ലാത്ത ഒരു വ്യക്തി എത്ര വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും അയാൾക്ക് ഒന്നും സംഭവിക്കില്ല. ഇപ്പൊ ഈ ഓവർ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പോലും ഓവർ ട്രെയിനിങ് അങ്ങനെ ആരും ചെയ്യത്തില്ല എന്നത്തെ കാര്യം. ഓവർ ട്രെയിനിങ് ചെയ്താൽ പോലും നിങ്ങൾ എത്ര ദിവസം ഓവർ ട്രെയിൻ ചെയ്യും? നിങ്ങൾ കൂടിപ്പോയാൽ 3 ദിവസം ഓവർ ട്രെയിൻ ചെയ്യും. പിന്നെ നിങ്ങളുടെ ബോഡി നിങ്ങളെ കൊണ്ട് അനുവദിക്കത്തില്ല അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ. ചിലപ്പോൾ നിങ്ങൾ 4 മണിക്കൂർ 3 ദിവസം അടുപ്പിച്ച് വർക്കൗട്ട് ചെയ്തിട്ട് പിന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ അരമണിക്കൂറേ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ബോഡി ജയിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന വെച്ച് നമ്മുടെ ഹാർട്ടിന് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ നാച്ചുറൽ ആണെങ്കിൽ, സ്റ്റെറോ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിഞ്ഞൂടാ, വേറെ വലിയ ഡോക്ടേഴ്സ് ഉണ്ട് അതിനെപ്പറ്റി പറയാനും അത് നിങ്ങളെ ട്രീറ്റ് ചെയ്യാനും നിങ്ങളെ ബ്ലഡ് വർക്കൊക്കെ ചെയ്യാനും. അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അപ്പം നിങ്ങൾക്ക് സംശയം തോന്നും, അത് നീ ആയാന്ന് ചോദിക്കും. ഡോക്ടറൊക്കെ പറഞ്ഞതല്ലേ, അത് നിനക്കെന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് ചോദിക്കും. അപ്പം ഞാൻ ഇത് കുറച്ച് ഡോക്ടർമാർത്തൊക്കെ ഞാൻ വിളിച്ച് അന്വേഷിച്ചായിരുന്നു. കുറച്ച് ഡോക്ടർമാർത്തൊക്കെ വിളിച്ച് അന്വേഷിച്ച് ഇതിനെപ്പറ്റി ഫുൾ ഡേറ്റയും കുറച്ച് റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നമ്മുടെ ഡോക്ടർ ഇതിൽ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ അത്രയും ഓവർ ട്രെയിനിങ് ഒന്നും ആരും ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നാച്ചുറൽ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇപ്പം എങ്ങനെ വർക്കൗട്ട് ചെയ്ത് പോകുന്നു അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്ത് പോകാം. നമ്മളൊന്നും ഒരിക്കലും ഓവർ ട്രെയിനിങ് ചെയ്യത്തില്ല. ഓവർ ട്രെയിനിങ് ചെയ്യുന്നവരും മണ്ടത്തരമാണ്, അതിൽ കാര്യമില്ല ഒന്നത്തെ കാര്യം. ഇൻ കേസ് ഹാർട്ടിന് പണി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മസിലൊക്കെ വേണ്ടേ, മസിലും വരത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാമിന വേണ്ടേ, അതും കിട്ടത്തില്ല. വർക്കൗട്ടിന്റെ ബെനിഫിറ്റ് എപ്പോഴും വരുന്നത് റിക്കവറിയിലാണ്, റെസ്റ്റിലാണ്. അപ്പം നമുക്ക് മാക്സിമം റെസ്റ്റും കൊടുക്കണം. ഡെയിലി ഒരു 1.5 hours മാക്സിമം വർക്കൗട്ട് ചെയ്താൽ മതി. അത് മാക്സിമം ആണ്. അതുകൊണ്ട് അത്രേ ഉള്ളൂ ഗായ്സ്. കുറെ പേരുടെ അടുത്ത് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യാൻ. അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.